നമസ്കാരം, ഞാൻ ശിവദാസ്. നമ്മുടെ രാമായണ യാത്രയിൽ നാം ഇപ്പോൾ 5 അധ്യായങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതിൽ രാമ സുഗ്രീവ സഖ്യവും സീതാദേവിയെ ഹനുമാൻ കണ്ടെത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു. സീതാദേവിയിൽ നിന്ന് ചൂടാമണിയും അടയാളവാക്യവും സ്വീകരിച്ചാണ് ഹനുമാൻ യാത്രയാകുന്നത്. നമ്മുടെ അടുത്ത അധ്യായത്തിൽ നാം രാമരാവണ യുദ്ധത്തെയും സീതാദേവിയെ മോചിപ്പിച്ച് അയോധ്യയിലേക്ക് പോകുന്നതും രാമായണ കഥ ഏതാണ്ട് സമ്പൂർണമായി തന്നെ ഈ അധ്യായത്തിൽ പറഞ്ഞു തീർക്കണം എന്നാണ് കരുതുന്നത്. അവസാനം നിങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ചില ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഈ 6ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. സീതാദേവിയുടെ മൗനാനുവാദത്തോടു കൂടി ഹനുമാൻ ലങ്ക നഗരം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ തീരുമാനിച്ചു. അദ്ദേഹം പല ഇടങ്ങളിലൂടെയും സഞ്ചരിച്ചു. ലങ്കയുടെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. വിഭീഷണന്റെ മുറിയിൽ വിഷ്ണു ഗാനം ഉയർന്നു പൊന്തുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ആ സദനം ഒരു രാജസദനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്രയായി. അവിടെ ഒരു കട്ടിലിൽ രാവണൻ വിശ്രമിക്കുന്നത് കണ്ടു. രാവണൻ വിശ്രമിക്കുന്നിടത്തു നിന്നും അപ്പുറത്തേക്ക് വീണ്ടും സഞ്ചരിച്ചു. രാവണന്റെ ശേഷിയെക്കുറിച്ചൊക്കെ പലരിൽ നിന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. ഉദ്യാനത്ത് തല്ലി തകർത്ത് അവിടെ ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ രാവണൻ തൻ്റെ മുന്നിലേക്ക് എത്തും, അഥവാ തന്നെ രാവണന്റെ മുമ്പിലേക്ക് എത്തിക്കും എന്ന് വിചാരിച്ചിട്ട് ഉദ്യാനം പലയിടത്തും തല്ലി തകർക്കാൻ തുടങ്ങി. അങ്ങനെ തല്ലി തകർക്കുന്നത് കണ്ടപ്പോൾ ഒട്ടേറെ രാക്ഷസന്മാർ വന്ന് അദ്ദേഹത്തിൻ്റെ രാവണന്റെ കിങ്കരന്മാർ വന്ന് അദ്ദേഹവുമായിട്ട് ഹനുമാനുമായിട്ട് യുദ്ധം നടത്താൻ തുടങ്ങി. കുറേ പേരെ കൊന്നൊടുക്കി. അവസാനം മേഘനാഥൻ ഇന്ദ്രജിത്ത് മറഞ്ഞു നിന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രത്തിന് ഹനുമാൻ വഴങ്ങിക്കൊടുത്തു. അങ്ങനെ മോഹാലസ്യപ്പെട്ട ഹനുമാനെ രാവണന്റെ കിങ്കരന്മാർ വരിഞ്ഞുകെട്ടി രാവണന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. അദ്ദേഹം കെട്ടുബന്ധങ്ങളിൽ നിന്നും മോചിതനായി രാവണൻ ഇരുന്ന തൽപ്പത്തേക്കാൾ സിംഹാസനത്തേക്കാൾ ഉയർന്ന ഇടത്തേക്ക് തൻ്റെ വാല് ചുറ്റി 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 അതിൽ കയറിയിരുന്നു. എന്നിട്ട് രാവണനുമായി സംസാരിക്കുകയാണ്. രാവണനോടുള്ള ഹനുമാന്റെ അനാദരവിൽ രാവണന് തീർത്തും കോപമുണ്ടായി. ഇദ്ദേഹത്തെ ചിത്രവധം ചെയ്യാനായിട്ട് കൽപ്പന കൊടുത്തു. ഉടൻ തന്നെ വിഭീഷണൻ പറഞ്ഞു, അതിഥിയായിട്ട് വരുന്ന ആളുകളെ ചിത്രവധം ചെയ്യുന്നത് മാതൃവധത്തേക്കാൾ കഠോരമാണ്, അതുകൊണ്ടത് പാടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഇദ്ദേഹത്തെ വാലിൽ തീ കൊളുത്തി അപമാനിച്ച് ഇല്ലാതാക്കാം എന്ന് രാവണൻ പറഞ്ഞതനുസരിച്ച് കിങ്കരന്മാർ അദ്ദേഹത്തെ വാലിൽ തീ കൊളുത്താൻ വേണ്ടി തുണി ചുറ്റാൻ ആരംഭിച്ചു. അങ്ങനെ തുണി ചുറ്റി 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 എത്ര തുണി ചുറ്റിയിട്ടും തീരുന്നില്ല. അങ്ങനെ തീരാതെ വന്നപ്പോൾ ആ ചുറ്റിയ തുണിയിലെ എണ്ണയൊഴിച്ച് കത്തിച്ചു. ഹനുമാന്റെ വാലിന് തീ കൊളുത്തു. കത്തിയ വാലുമായിട്ട് ഹനുമാൻ ഇരുന്നിടത്ത് നിന്ന് നേരെ മുകളിലേക്ക് ചാടി. എന്നിട്ട് അവിടെ എല്ലായിടത്തും തീ കൊളുത്തി അഗ്നിക്കിരയാക്കി. വിഭീഷണന്റെ ആലയവും അതുപോലെ തന്നെ അശോകവനികയും സീതാദേവി ഇരുന്ന ശിംശിബാവൃക്ഷച്ചൂടും ആ അശോകവനികയും ഒഴികെ ബാക്കി എല്ലായിടവും അഗ്നിക്കിരയാക്കി ലങ്കാദഹനം നടത്തി ഹനുമാൻ രാമന്റെ
അടുത്തേക്ക് യാത്രയാവുകയാണ്. ഹനുമാൻ വിവരമറിയിച്ചതിനെ തുടർന്ന് ഋഷിമൂകാചലത്തിൽ നിന്നും രാമനും ലക്ഷ്മണനും സുഗ്രീവനും മറ്റു വാനരപ്പടകളും എല്ലാം ലങ്കയിലേക്ക് എത്തിച്ചേരുകയാണ്. ലങ്കയിലേക്ക് എത്തിച്ചേരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞു പോയാൽ അതല്ല, ഭഗീരഥ പ്രയത്നം തന്നെ. സമുദ്രം താണ്ടി കിടക്കുന്നതിന് വേണ്ടിയിട്ട് ചിറകെട്ടുകയും ഒക്കെ പല വൈതരണികളിലും അതിജീവിച്ചാണ് അങ്ങനെയൊക്കെ എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേർന്ന് ദൂതർ മുഖേന രാമൻ രാവണനോട് ആവശ്യപ്പെടുന്നുണ്ട് സീതാദേവിയെ മോചിപ്പിച്ചു തരണമെന്ന്, വിട്ടുതരണമെന്ന്. പക്ഷേ അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല. വിഭീഷണനും പലതവണ, വിഭീഷണൻ ആരാണെന്നറിയാമല്ലോ, രാവണന്റെ സഹോദരനാണ്, പലതവണ അദ്ദേഹത്തോട് യാചിച്ചു സീതാദേവിയെ വിട്ടു നൽകണമെന്ന്. പക്ഷേ അദ്ദേഹം അതിനൊന്നും തയ്യാറായില്ല. വിഭീഷണനെ പിടിച്ചു കെട്ടുകയാണ് ഉണ്ടായത്. എന്നിട്ട് കഠിനമായ യുദ്ധം ഇരുകൂട്ടരും തമ്മിൽ നടത്തുകയും പലതവണ പലരും മരിക്കുകയും അതിൽ നിന്നൊക്കെ വീണ്ടും ജീവിപ്പിക്കുകയും ഒക്കെ ഉണ്ടായി. ഒരു വേള നിർജീവമായി കിടന്ന സുഗ്രീവനെയും ലക്ഷ്മണനെയും വാനരപ്പടയെയും ഒക്കെ ജീവിപ്പിക്കുന്നതിനായി ജാംബവാൻ ഹനുമാനെ വിളിച്ച് കാതിലുപദേശിച്ചു മരുത്വാമലയിൽ നിന്ന് മൃതസഞ്ജീവനി കൊണ്ടുവരണമെന്ന്. അത് കേട്ട മാത്രയിൽ തന്നെ ഹനുമാൻ അവിടേക്ക് കുതിച്ചു. ഏതാണ് ഈ ഔഷധം എന്ന് തിരിച്ചറിയാനാകാതെ ഔഷധ ചെടികൾ നിന്ന മലയോടുകൂടി ഹനുമാൻ കയ്യിൽ ശേഖരിച്ച് അതുമായി സമുദ്രം താണ്ടി എത്തുകയാണ്. അങ്ങനെ കഠിനമായ യുദ്ധങ്ങളിലൂടെയാണ് അത് കൊണ്ടുവന്ന് കൊടുക്കുകയും ഇവരെല്ലാവരും പൂർവാധികം ശക്തിയായിട്ട് യുദ്ധഭൂമിയിൽ കരുത്താർജിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള യുദ്ധമുറകൾ മറഞ്ഞു നിന്നുകൊണ്ടും മറയാതെയും ഒക്കെയായിട്ട് യുദ്ധം തന്നെ വിവരിക്കുന്നത് വലിയ കുറേയേറെ പേജുകളിലായിട്ട് രാമായണത്തിൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അത്രയും ഒരു വിപുലമായ തലത്തിലേക്ക് പോകേണ്ടതില്ല. അതിൻ്റെ അവസാനം രാമനും രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ രാവണൻ നിലം പൊത്തുകയാണ്. അദ്ദേഹത്തെ നിലം പൊത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അത് വിജയശ്രീലാളിതരായ രാമലക്ഷ്മണന്മാരും സുഗ്രീവരും വാനരപ്പടയും ഒക്കെ ലങ്കയിൽ നിന്ന് സീതാദേവിയെയും കൊണ്ട് പോരുന്നതിന് ഉള്ള തയ്യാറെടുപ്പ് നടത്തി. സർവാഭരണ വിഭൂഷിതയാക്കിയാണ് ശ്രീരാമന്റെ മുന്നിലേക്ക് സീതാദേവിയെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നത്. കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ആപൽചങ്ക ഉണ്ടായി. ഇത്രയും സുന്ദരനായിട്ടുള്ള ലങ്കാധിപന്റെ, രാവണന്റെ ലങ്കയിൽ ഇത്രയും സുന്ദരിയായിട്ടുള്ള സീതാദേവി ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ താമസിച്ചിരുന്നല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അരുതാത്ത ചില ചിന്തകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ സീതാദേവി അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാവുന്നു. അങ്ങനെ തൻ്റെ ചാരിത്രശുദ്ധി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അഗ്നിയിലേക്ക് ചാടുകയാണ് സീതാദേവി. പക്ഷേ ദേവകൾ പ്രത്യക്ഷപ്പെട്ട് അതിൽ നിന്ന് സീതാദേവിയെ രക്ഷിക്കുന്നു. ശ്രീരാമന് സീതയുടെ ചാരിത്രത്തെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടാകുകയും സീതയും ഒന്നിച്ച് വിമാനത്തിൽ, പുഷ്പക വിമാനത്തിൽ തിരിച്ച് അയോധ്യയിലേക്ക് പോരുകയുമാണ്. ലങ്കാധിപതിയായിട്ട് വിഭീഷണനെ വാഴിച്ച ശേഷമാണ് ശ്രീരാമൻ സീതാദേവിയും ഒന്നിച്ച് അയോധ്യയിലേക്ക് പോരുന്നത്. അയോധ്യയിലെത്തിയ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കുകയാണ്. സകല ആഡംബരങ്ങളോടും കൂടി ആണ് അഭിഷേക ചടങ്ങുകൾ നടത്തിയത്. അയോധ്യാവാസികൾക്ക് എല്ലാവർക്കും അനിർവചനീയമായിട്ടുള്ള സന്തോഷമുണ്ടായി. അദ്ദേഹവും അയോധ്യ നന്നായിട്ട് ഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രജകൾക്കും എല്ലാ തരത്തിലുള്ള ക്ഷേമവും നൽകിക്കൊണ്ട് ആണ് ശ്രീരാമൻ അയോധ്യ ഭരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ പ്രജകൾ സന്തുഷ്ടരാണോ എന്ന കാര്യത്തിൽ എപ്പോഴും ഒരു ശങ്കയുണ്ടായിരുന്നു. പ്രജാക്ഷേമം നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നതിന് വേണ്ടി
ശ്രീരാമചന്ദ്രൻ പലപ്പോഴും വേഷപ്രച്ഛന്നായി സഞ്ചരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു രചകന്റെ വസതിക്ക് മുന്നിൽ അദ്ദേഹം എത്തി. അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ലാത്തൊരു ശണ്ട നടക്കുകയാണ്. അവരെന്താണ് പറയുന്നതെന്ന് ശ്രീരാമൻ ചെവി കൊടുത്തു കേൾക്കാൻ വേണ്ടി. അവിടെ പറഞ്ഞത്, എവിടെയെങ്കിലും പോയി ജീവിച്ച ഒരുത്തിയെ ശ്രീരാമൻ സ്വീകരിച്ചതുപോലെ കഴിഞ്ഞ രാത്രിയിൽ പുറത്തുപോയി തിരിച്ചു വന്ന നിന്നെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഇത് കേട്ട രാമൻ കുറേയേറെ നേരം ചിന്താധീനനായി. സീതയാവട്ടെ ഗർഭിണിയുമാണ്. അങ്ങനെ ഗർഭിണിയായ സീതയെ പ്രജകളുടെ ഇംഗിതത്തിനു വേണ്ടി, അതാണ് തൻ്റെ പ്രജകൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സ്വീകരിച്ചത്, വീണ്ടും ഭാര്യയായി സ്വീകരിച്ചത് ഒട്ടും ഉചിതമായില്ല എന്ന് ചിന്തിച്ചിട്ട് ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ്. ലക്ഷ്മണനെ വിളിച്ചു ലക്ഷ്മണനോട് പറഞ്ഞു, സീതയെ കാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കണം. പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന സീതയെ ഉപേക്ഷിക്കുകയോ ലക്ഷ്മണന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ജ്യേഷ്ഠൻ്റെ ആജ്ഞയെ ധിക്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം സീതയുമായി കാട്ടിലേക്ക് തിരിച്ചു. വാൽമീകിയുടെ ആശ്രമത്തിന് പരിസരത്ത് സീതയോട് രഥത്തിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ഇറങ്ങിയ ഉടൻ തന്നെ ലക്ഷ്മണൻ സീതയെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് യാത്രയാവുകയാണ്. ലക്ഷ്മണനോട് കരഞ്ഞു വിളിച്ചു പറഞ്ഞു, അരുതേ, പോകരുതേ. പക്ഷേ നിർദാക്ഷിണ്യം അവിടെ നിന്നും ലക്ഷ്മണൻ പിന്തിരിയുന്നു. ആ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ സീത വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും അവിടെ പിന്നീട് ഗർഭം പൂർണ്ണ വളർച്ചയെത്തിയ ശേഷം ലവകുശന്മാർക്ക് ജന്മം നൽകുകയുമാണ് ഉണ്ടായത്. ശ്രീരാമൻ അയോധ്യയിൽ വീണ്ടും പൂർവാധികം ക്ഷേമത്തോടുകൂടി പ്രജാപരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രജാക്ഷേമത്തിനും രാജ്യ നന്മയ്ക്കുമായി ശ്രീരാമൻ ഒരു അശ്വമേധയാഗം നടത്തുകയാണ്. സർവ പ്രദേശത്തും രാജ്യങ്ങളിലും ചുറ്റിക്കറങ്ങി വിജയശ്രീലാളിതരായി അശ്വങ്ങൾ തിരിച്ചെത്തുന്നതിനായി അയക്കുന്നു. ഈ അശ്വമേധം പര്യടനത്തിനിടയിൽ വാൽമീകി ആശ്രമത്തിൻ്റെ പരിസരത്ത് വെച്ച് ലവനും കുശനും അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ലക്ഷ്മണനാണ് അശ്വമേധം നയിക്കുന്നത്. ഇവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധത്തിലേർപ്പെട്ടു. നേരമേറെയായിട്ടും തിരിച്ചെത്താത്ത ബാലന്മാരെ അന്വേഷിച്ചിറങ്ങിയ ആശ്രമവാസികൾക്ക് ലക്ഷ്മണനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ലവകുശന്മാരെയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ലവകുശന്മാരെ കുറിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച ലക്ഷ്മണൻ യുദ്ധം അവസാനിപ്പിച്ച്, യുദ്ധത്തിൽ സൈന്യത്തെ തോൽപ്പിച്ചു ലവകുശന്മാർ. യുദ്ധം അവസാനിപ്പിച്ച് ലവകുശന്മാരെയും സീതാദേവിയെയും ഒക്കെ വീണ്ടെടുക്കുകയാണ്. ശ്രീരാമചന്ദ്രനും അയോധ്യയിൽ നിന്ന് എത്തിച്ചേർന്ന് സീതയെയും മക്കളെയും ഒക്കെയായി അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്നു. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ അയോധ്യയിലെത്തി വീണ്ടും ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുകയാണ് സീതാദേവി. പക്ഷേ സീതയുടെ ഈ ഐശ്വര്യത്തിൽ അസൂയാലുവായിട്ടുള്ള കൈകേയി സീതയോട് ചോദിച്ചു, ലങ്കയിൽ രാവണൻ എങ്ങനെയുണ്ട് ആയിരുന്നു? രാവണൻ കാണാൻ ഭംഗിയുണ്ടായിരുന്നു? രാവണനെ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ ചോദിച്ച് സീത പറഞ്ഞു, ഞാനങ്ങനെ ഓർക്കുന്നൊന്നുമില്ല. ഏകദേശ രൂപമൊക്കെ ധാരണയുണ്ട്, ഒട്ടും ഓർക്കുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഒന്ന് വരച്ചെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. സീതാദേവി മടിച്ച് രാവണന്റെ ചിത്രം ഒരു പലകമേൽ വരച്ചിട്ടു. വരച്ചിട്ട പലക കൈകേയി എടുത്ത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശ്രീരാമന് ഇരിക്കാനായിട്ട്
ഇട്ടുകൊടുത്തു ഈ പലക. സന്ധ്യാവന്ദനത്തിന് കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ ഇരിക്കുന്നതിന് വേണ്ടി ഇട്ടുകൊടുത്തു ഈ പലക. പലക കണ്ട ഉടൻ തന്നെ, രാവണന്റെ ചിത്രം കണ്ട ഉടൻ തന്നെ ശ്രീരാമന് കഠിനമായ ദേഷ്യമുണ്ടായി. ആരാണ് ഈ ചിത്രം വരച്ചത് എന്ന് ചോദിച്ചു. കൈകേയി പറഞ്ഞു, അത് സീത വരച്ചതാണ്. സീതയ്ക്ക് എല്ലായ്പ്പോഴും ലങ്കയെക്കുറിച്ചും രാവണനെക്കുറിച്ചും ഒക്കെ പറയാനേ സമയമുള്ളൂ എന്ന് പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ പൊട്ടിത്തെറിച്ചു. സീതയെ ഈ നിമിഷം തന്നെ ചിത്രവധത്തിന് വിധേയമാക്കണം, ഇനി ഒരു നിമിഷം പോലും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അയോധ്യാവാസികളെല്ലാം നടുങ്ങിപ്പോയി. എത്ര കഠിനമായ പരീക്ഷണങ്ങൾക്കാണ് സീതാദേവി വിധേയമാവുന്നത്. സീതയെ പിടിച്ചു കൊണ്ടുവന്ന് വെറും നിലത്തിരുത്തി, ചിത്രവധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന ഒരു വധരീതിയാണ്. ഒരു വലിയ യന്ത്രക്കൂടാരം വന്ന് അതിലേക്ക് അമർത്തുകയാണ്. അതിനുള്ളിലിട്ടിട്ട് പലതരത്തിലുള്ള പീഡനമുറകളാണത്. ചിത്രവധം ചെയ്യാൻ അങ്ങനെ തീരുമാനിച്ചു. ഭൂമിയിൽ പിടിച്ചിരുത്തിയപ്പോൾ ഭൂമിദേവിയുടെ മകളാണ് സീത. സീത എന്ന പേര് തന്നെ സിതത്തിൽ നിന്നും കിട്ടിയതായതുകൊണ്ടാണ്, ഉഴവ് ചാലിൽ നിന്നും കിട്ടിയതുകൊണ്ടാണ് സീത എന്ന് പേര് തന്നെ വന്നത്. ഭൂമിദേവിയുടെ പുത്രിയായ സീതയെ ഭൂമി മാതാവ് രണ്ടായി പിളർന്നു മാറിക്കൊണ്ട് തന്നിലേക്ക് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യുകയാണ് സീതാദേവി. സീതാദേവിയുടെ അന്തർധാനത്തിന് ശേഷം ശ്രീരാമൻ കൂടുതൽ ശോകമൂകനായിരുന്നു. ഒട്ടേറെ ദുർനിമിത്തങ്ങളും അയോധ്യയിൽ സംഭവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു ദിവ്യർഷി അയോധ്യയിലെത്തി. അദ്ദേഹം ശ്രീരാമനോട് പറഞ്ഞു, എനിക്ക് പരമരഹസ്യമായി ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടേക്ക് മറ്റാരും കടന്നു വരാൻ പാടില്ല. അഥവാ ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ അവരെ വധിക്കണം. ഇത്രയും പറഞ്ഞ് കർശനമായ താക്കീത് നൽകി രണ്ടാളും കൂടി ഒരു പ്രദേശത്തിരുന്ന് സംസാരിക്കുകയാണ്. ലക്ഷ്മണനെ ഗോപുരവാതിലിൽ കാവൽ നിർത്തി. ആരും ആ സമയത്ത് അവിടേക്ക് കടന്നു വരരുത്. പക്ഷേ സനകാദി മുനികൾ ആ സമയത്ത് അവിടെ വരികയാണ്. ലക്ഷ്മണനോട് പറഞ്ഞു, അകത്തേക്ക് പോകണം. പറ്റില്ല, ഇപ്പോൾ പോകാൻ കഴിയില്ല, അങ്ങ് കാത്തു നിൽക്കണം, പിന്നീട് മാത്രമേ ശ്രീരാമനെ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞെങ്കിലും സനകാദി മുനികൾ വല്ലാതെ ശാഠ്യം പിടിച്ചു. ഗത്യന്തരമില്ലാതെ ലക്ഷ്മണൻ രാമൻ്റെ അടുത്തു ചെന്ന് വിവരം അറിയിക്കുകയാണ്. അവിടെ വെച്ച് ശ്രീരാമൻ പക്ഷേ ലക്ഷ്മണനെ പരിത്യജിക്കുകയാണ്, ഉപേക്ഷിക്കുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ദിവ്യഋഷി പോകുകയും പിന്നീട് ശ്രീരാമൻ വന്ന് നോക്കുമ്പോൾ ആരും പുറത്തില്ല. ലക്ഷ്മണനുമില്ല, സനകാദി മുനികളുമില്ല. അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ദിവ്യഋഷിയുമില്ല. ബ്രഹ്മാവ് അയച്ച കാലനും ദൂതനുമായിരുന്നു ഈ ദിവ്യഋഷിയും സനകാദി മുനികളുമൊക്കെ. കാരണം ശ്രീരാമചന്ദ്രൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു. വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീരാമൻ, അത് പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തിരിച്ചു പോകുന്നതിനായി അയച്ചതാണ്. ശ്രീരാമചന്ദ്രൻ ആകെ ദുഃഖിതനായി. അയോധ്യാവാസികളെല്ലാം കണ്ണീർ വാർക്കാൻ തുടങ്ങി. ലക്ഷ്മണൻ്റെ വേർപാടോടുകൂടി അദ്ദേഹത്തിന് ഇനി ആത്മത്യാഗം മാത്രമേ മുന്നിലുള്ളൂ. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അയോധ്യയിൽ അദ്ദേഹത്തെ പിന്തുടർന്ന് വരുന്നവരും ആ സരയുവിൻ്റെ ഓളങ്ങളിൽ അഭയം പ്രാപിക്കും. ഇങ്ങനെയാണ് രാമൻ്റെ അയനം പൂർത്തിയാകുന്നത്. രാമായണ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ 5 അധ്യായങ്ങളിലൂടെ
സഞ്ചരിച്ചപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ഏതാനും ചില സംശയങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇതൊക്കെ നേരിട്ടും അല്ലാതെയും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏതാനും ചില ചോദ്യങ്ങൾ ഇത്തിരി ക്ലാരിറ്റി വരുത്തണം എന്ന് തോന്നിയ ചോദ്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം ലക്ഷ്മണരേഖയെക്കുറിച്ചായിരുന്നു. ലക്ഷ്മണരേഖയെക്കുറിച്ച് പരാമർശിച്ചില്ലല്ലോ എന്നാണ് ഒരു സുഹൃത്ത് ചോദിച്ചത്. ശരിക്കും ആ വാക്കുച്ചരിച്ചില്ലെങ്കിൽ പോലും ലക്ഷ്മണരേഖ എന്ന കഥാസന്ദർഭം നമ്മൾ പരാമർശിച്ച് തന്നെയാണ് പോയത്. ഒരിക്കൽ ശൂർപ്പണഖ രാവണനോട് ചെന്ന് രാമലക്ഷ്മണന്മാരുടെ സാന്നിധ്യത്തെക്കുറിച്ചും അവരുടെ അപകടകരമായ പെരുമാറ്റത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചപ്പോൾ സീതാദേവിയെ അപഹരിക്കുന്നതിലൂടെ മാത്രമേ അവരെ നിർവീര്യമാക്കാൻ കഴിയൂ എന്ന് കണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ രാവണന്റെ നിർദ്ദേശമനുസരിച്ച് മാരീചൻ ഒരു മാനിന്റെ വേഷം ധരിച്ചവിടെ വരികയും ലക്ഷ്മണനെ സീതാദേവിയുടെ ചുമതല ഏൽപ്പിച്ച് ശ്രീരാമൻ മാനിന്റെ പിന്നാലെ പോവുകയും ദൂരേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ദീന സ്വരത്തിൽ, രാമൻ്റേതെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ദീന സ്വരത്തിൽ മാരീചൻ ആ ലക്ഷ്മണ, ആ സീതേ, എന്നെ ഒരു കാട്ടാളൻ ആക്രമിക്കുന്നു, ഓടി വന്ന് എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ലക്ഷ്മണൻ അവിടേക്ക് പോകാനായിട്ട് സീതാദേവി നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ നിവർത്തിയില്ലാതെ ലക്ഷ്മണന് പോകേണ്ടി വന്നപ്പോൾ ലക്ഷ്മണൻ എന്ത് ചെയ്തു? സീതാദേവി ഇരുന്ന ആ വാസസ്ഥലത്തിന് ചുറ്റുമായിട്ട് ഒരു വൃത്തം വരച്ചിട്ടാണ് പോയത്. അതിൽ നിന്ന് പുറത്തേക്ക് സീതാദേവി കടക്കാതിരിക്കാനും മറ്റാർക്കും അതിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനുമായിരുന്നു അങ്ങനെ വൃത്തം വരച്ചത്. പക്ഷേ ആ സമയം നോക്കി രാവണൻ ഒരു വൃദ്ധസന്യാസിയുടെ രൂപം ധരിച്ചവിടെ വരികയും ഭിക്ഷാന്തേഹിയെ പോലെ അവിടെ വന്ന് നിന്ന് ഭിക്ഷ ചോദിച്ചപ്പോൾ സീതാദേവി അവിടേക്ക് നിർബന്ധമായിട്ടും ഇറങ്ങി ചെല്ലേണ്ടി വന്നു. ആ വൃത്തത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതെ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ വൃത്തത്തിന് പുറത്തേക്ക് സീതാദേവി ചെല്ലുകയാണ്. അപ്പോഴാണ് സീതാദേവി അപഹരിക്കാൻ പറ്റുന്നത്. അതാണ് ലക്ഷ്മണരേഖ. രണ്ടാമത്തെ ചോദ്യം ദശരഥനെ സംബന്ധിച്ചായിരുന്നു. ദശരഥൻ 10 ദിക്കിലേക്കും രഥം നയിക്കാനായിട്ട് നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എന്നാണ്. ഏതൊക്കെയാണ് ഈ 10 ദിക്കുകൾ? 10 ദിക്ക് വളരെ സിമ്പിളാണ്. 4 ദിക്കുകളുണ്ടല്ലോ നമുക്ക്: തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്. 4 മൂലകളുമുണ്ട് നമുക്ക്. അപ്പോൾ 8. പിന്നെ ആകാശവും ഭൂമിയും. ഇങ്ങനെയാണ് 10 ദിക്കുകൾ ദശരഥന്. അടുത്ത ചോദ്യം രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട് എന്നതായിരുന്നു. രാമായണത്തിൽ എത്ര കാണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 കാണ്ഡങ്ങളുണ്ട്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം. ഇങ്ങനെ 7 കാണ്ഡങ്ങളാണ് രാമായണത്തിൽ ഉള്ളത്. അടുത്ത ഒരു ചോദ്യം സുമന്ത്രരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സുമന്ത്രര് തിരിച്ചു വന്നിട്ട് വിശേഷങ്ങളെല്ലാം ദശരഥ മഹാരാജാവിനോട് പറയുന്നു എന്ന്. അപ്പോഴാണ് അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീഴുന്നത്. ആരാണ് സുമന്ത്രര്? സുമന്ത്രര് ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹം രഥവും കളിക്കാനായിട്ട് പ്രാപ്തിയുള്ള ആളാണ്. സുമന്ത്രരുടെ രഥത്തിൽ കയറിയാണ് രാമലക്ഷ്മണന്മാരും സീതയും വനത്തിലേക്ക് പുറപ്പെട്ടത്. ഗംഗാതീരം വരെ സുമന്ത്രർ കൊണ്ടുവന്നെത്തിച്ചു. ഗംഗ കടത്തിവിടുന്നത് പിന്നെ ഗുഹനാണ്. അപ്പോൾ സുമന്ത്രർ എന്നിട്ട് തിരിച്ചു വന്ന് ദശരഥ മഹാരാജാവിനോട് കുട്ടികൾ വനാന്തരത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടതോടു കൂടിയാണ് അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീഴുകയും പിന്നെ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മോചനം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തത്. അടുത്ത ചോദ്യം ഈ ബാലികേറാമല എന്ന് ഞാൻ പരാമർശിച്ചിരുന്നു. ബാലികേറാമലയെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ എന്ന് ഒരു സഹൃദയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാലികേറാമല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ
പോയി താമസിച്ചത് ബാലി അവിടേക്ക് പ്രവേശിക്കാതിരിക്കാനാണ്. ഒരിക്കൽ മാതംഗമുനി എന്നും പറയും, മാതംഗമുനി ഋഷ്യമൂകാചലത്തിൽ താമസിച്ചു വരുമ്പോൾ അവിടെ ബാലിയും ദുന്ദുഭി എന്ന അസുരനുമായിട്ട് ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ബാലിയുടെ അടിയേറ്റ് ദുന്ദുഭിയുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച രക്തത്തുള്ളികൾ ഇദ്ദേഹത്തിൻ്റെ കരതലത്തിൽ വീണു. അങ്ങനെ കോപിഷ്ഠനായ മതംഗമുനി ബാലിയെ ശപിക്കുകയാണ്, മേലിൽ ഈ മൂകാചലത്തിൽ പ്രവേശിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുമാറാകട്ടെ. അന്ന് ബാലി അവിടെ നിന്ന് പിന്മാറിയതാണ്. പിന്നീട് ഒരിക്കലും ബാലി അവിടേക്ക് വന്നിട്ടില്ല. ഇതുകൊണ്ടാണ് സുഗ്രീവരെ അവിടുന്ന് കിഷ്കിന്ധയിൽ അടിച്ചോടിച്ചപ്പോൾ ഭാര്യയെ പിടിച്ചെടുത്ത് രുമയെ കൈവശപ്പെടുത്തി അടിച്ചോടിച്ചപ്പോഴത്തേക്ക് ബാലി ഒരിക്കലും വരില്ല എന്നുറപ്പുള്ള ഈ ഋഷ്യമൂകാചലത്തിൽ വന്ന് താമസിക്കാൻ ഇടയായത്. അതുകൊണ്ടാണ് ഋഷ്യമൂകാചലത്തെ ബാലികേറ മല എന്ന് പറയുന്നത്. നമുക്ക് ഈ കഥ തന്നെ പല രൂപത്തിൽ പല രീതിയിലും കാണാൻ കഴിയും. കാരണം ഏറെ പേര് രാമായണ കഥ ആഖ്യാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാത്തിനെയും ഏകദേശം എല്ലാ രാമായണങ്ങളെയും ഏകദേശം ക്രോഡീകരിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ രാമായണ കഥ പങ്കുവച്ചത്. ഏതായാലും എൻ്റെ ഈ രാമായണ അയനത്തിൽ എന്നെ ശ്രവിച്ച ഈ 6 അധ്യായങ്ങളിലും എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഞാൻ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന കഥകളുമായിട്ട് തീർച്ചയായും എത്തും. എല്ലാവർക്കും നമസ്കാരം.